അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ചു നാളായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അമേരിക്കൻ വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ നികുതി കുറയ്ക്കണം. എന്നാൽ വർഷങ്ങളായി അടഞ്ഞുകിടന്ന ആ വാതിൽ ഇന്ത്യ ഇപ്പോൾ തുറന്നിടുകയാണ്. പക്ഷേ അത് ട്രംപിന് വേണ്ടിയല്ല, മറിച്ച് ട്രംപിന്റെ നയങ്ങൾ മൂലം പ്രതിസന്ധിയിലായ യൂറോപ്യൻ യൂണിയന് വേണ്ടിയാണെന്ന് മാത്രം. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യൂറോപ്യൻ യൂണിയനുമായി നടക്കാൻ പോകുന്ന സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഭാഗമായി അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ നികുതി കുത്തനെ കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ വിദേശ കാറുകൾക്ക് 110% ഇന്ത്യയിലെ നികുതി. ഇത് ഒറ്റയടിക്ക് 40% താഴ്ത്തും. ഏകദേശം 16 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകൾക്കാണ് ഈ വമ്പൻ ഇളവ് ലഭിക്കുക. വരും വർഷങ്ങളിൽ ഇത് 10% വരെയായി കുറഞ്ഞേക്കാം എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത്. ചൊവ്വാഴ്ചയോടെ ഈ കരാറിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ഇതോടെ ഫോക്സ് വാഗൺ, മെഴ്സിഡസ് ബെൻസ്, പിന്നെ BMW തുടങ്ങിയ വമ്പൻ യൂറോപ്യൻ കാറുകൾക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശനം അത്യന്തം എളുപ്പമാകും. ആഭ്യന്തര നിർമ്മാതാക്കളെ സംരക്ഷിക്കാൻ ഇന്ത്യ കാലങ്ങളായി കാത്തു സൂക്ഷിച്ച പ്രൊട്ടക്ഷനിസ്റ്റ് നയത്തിലാണ് ഇതോടെ മാറ്റം വരുന്നത്. ഇവിടെയാണ് ഈ നീക്കത്തിന്റെ രാഷ്ട്രീയം ശ്രദ്ധേയമാകുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ ലോകമെമ്പാടും വലിയ ആശങ്കയുണ്ടാക്കുന്ന സമയമാണിത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ അടുപ്പം വളരെ തന്ത്രപരമാണ്. അമേരിക്കയുമായി വിലപേശലുകൾ തുടരുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനുമായി കൈകോർത്ത് ഇന്ത്യ പുതിയ സാമ്പത്തിക പാതകൾ വെട്ടിത്തുറക്കുകയാണ്. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ വിപണിയിൽ അമേരിക്കൻ കാറുകൾക്ക് ലഭിക്കാത്ത മുൻഗണനയാണ് ഇതിലൂടെ യൂറോപ്യൻ കാറുകൾക്കും ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാതെ ഇന്ത്യ തങ്ങൾക്ക് ലാഭകരമായ കരാറുകളുമായി മുന്നോട്ട് പോവുകയാണ്. ലക്ഷറി കാറുകൾ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണെന്നുണ്ടെങ്കിൽ ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കയ്ക്കുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രഹരം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.